നെക്ക് പെയിന് അതുപോലെ തന്നെ ബാക്ക് പെയിന് ഇവൻ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ നെക്ക് പെയിനും ബാക്ക് പെയിനും. അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. ഇപ്പോൾ സ്ഥിരമായി കാണുന്ന ഈ നെക്ക് പെയിന് അതുപോലെ തന്നെ ഈ ബാക്ക് പെയിന് ഇത് ഉണ്ടാവാൻ മെയിൻ കാരണം നമ്മുടെ സ്ഥിരമായുള്ള ഒരു ഭാഗത്തേക്കുള്ള ചലനം മാത്രമാണ് ഇതിന് മെയിൻ കാരണം. അഥവാ നമ്മൾ കൂടുതൽ ഇരുത്തോ അതുപോലെ തന്നെ കാറുകളായാലും ഓഫീസിലായാലും മൊബൈൽ കളിക്കുമ്പോഴായാലും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മുന്നിലേക്കാണ് ബെൻഡ് ആവുന്നത്. ഈ മുന്നിലേക്ക് കൂടുതലും ബെൻഡ് ആവുമ്പോൾ നമ്മുടെ ഫ്രണ്ട് മസിൽസുകൾ ടൈറ്റ് ആവുകയും ബാക്ക് മസിൽസുകൾ വീക്ക് ആവുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ കൂടെ നട്ടൽ എന്ന് സങ്കല്പിക്കുക. ഇതിനെ കൂടെ ഫ്രണ്ട് മസിൽസ് അഥവാ നമ്മുടെ അനറ്റീരിയൽ നെക്ക് മസിൽസും അബ്ഡമൻ മസിൽസും എന്ന് സങ്കല്പിക്കുക. അതോടൊപ്പം തന്നെ ഇത് നട്ടിലിന്റെ ബാക്കിലുള്ള മസിൽസ് എന്ന് സങ്കല്പിക്കുക. ഈ റെഡ് ഇതിനോട് റെക്ടസ് വെൻ മസിൽസ് അതുപോലെ എലവേറ്റർ സ്കാപ്പുല റോംബോയിഡ് മസിൽസ് ഒക്കെയാണ് ഇത് സങ്കല്പിക്കുക. നിങ്ങൾ സ്ഥിരമായി അത് മൊബൈൽ കളിക്കുന്ന സമയത്തോ ഓഫീസിൽ ഇരിക്കുന്ന സമയത്തോ നിങ്ങൾ നട്ടിൽ നിങ്ങൾ മുന്നിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫ്രണ്ട് മസിൽസ് ഇതിനെ ഹോൾഡ് ചെയ്തു പോകും. അഥവാ സ്ഥിരമായി നിങ്ങൾ ഒരേ മൂവ്മെന്റ് മാത്രം കീപ്പ് ചെയ്യുമ്പോൾ ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്യാതെ വെറും മുന്നിലേക്ക് മാത്രം ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് മസിൽസ് സ്റ്റിഫ്നെസ് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ സമയത്ത് നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു. ഈ പ്ലാസ്റ്റർ ഇട്ടിട്ട് നിങ്ങൾ 2 ആഴ്ച 3 ആഴ്ച അതേ മൂവ്മെന്റിൽ കീപ്പ് ചെയ്യുമ്പോൾ അത് ഊരിയതിനു ശേഷം പിന്നെ നിങ്ങൾ കൈ നിവർത്താൻ നോക്കിയാൽ നിങ്ങൾക്ക് കൈ നിവർത്താൻ സാധിക്കില്ല. ഇതിന് കാരണം നിങ്ങളുടെ മസിൽസ് ആ രീതിയിൽ അഡാപ്റ്റ് ആയി. അഥവാ നിങ്ങളുടെ ബ്രെയിന് മസിൽസ് കൂടി ഇതിങ്ങനെ കണക്റ്റഡ് ആയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസിൽസിനെ പിന്നെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് നിവർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് കൈ നിവർത്താൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും നിങ്ങൾ പില്ലോ വെക്കുമ്പോഴും അതുപോലെ തന്നെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്തും ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്തും മൊബൈൽ കളിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നട്ടിൽ ഇതുപോലെ ബെൻഡാക്കി വെക്കും. ഇങ്ങനെ ബെൻഡാക്കി വെക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് മസിൽസ് അഥവാ നിങ്ങളുടെ ഏതാണ്ട് 7 മസിൽസുകൾ ഇവിടെ ഒരേ രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട്, സ്റ്റിഫ്നെസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അബ്ഡമൻ മസിൽസ് സ്റ്റിഫ്നെസ് ആവുന്നുണ്ട്. അങ്ങനെ ഇത് സ്റ്റിഫ് ആവുന്ന സമയത്ത് ഇത് ഹോൾഡ് ചെയ്ത് വെക്കും. അഥവാ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാത്ത അവസ്ഥയിൽ മസിൽസ് നിവരാത്ത അവസ്ഥയിൽ മസിൽസ് ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെക്കും. അഥവാ സ്റ്റിഫ് ആവും. അങ്ങനെ ഈ ഭാഗത്തെ ബാക്ക് മസിൽസ് അത് വീക്ക്നെസ് ആവും. അവിടെ മസിൽസിന് ചെറിയ ടിയറിങ് സംഭവിക്കും. അതുപോലെ അവിടെ നോട്ട്സ് അഥവാ നമ്മുടെ മസിൽസിന് ചെറിയ ചെറിയ ഇൻഫ്ലമേഷനും കാര്യങ്ങളും അവിടെ വന്നിട്ട് അവിടെ പെയിൻ അനുഭവപ്പെടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് പൂർണ്ണമായി സ്ട്രെച്ച് ചെയ്ത് അഥവാ ഇതുപോലെ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് അത് ലൂസാക്കി കൊടുക്കലാണ് അത്യാവശ്യമായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാണുന്ന ബാക്ക് മസിലിനെയും സ്ട്രെങ്തനിങ് ചെയ്തിട്ട് സ്ട്രോങ് ആക്കി വെക്കുക. ഒരേ മൂവ്മെന്റിൽ മാത്രം നിൽക്കുന്ന സമയത്ത് നമുക്ക് കിംഫോസിസ് ലോഡോസിസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ മക്കളുടെ മൊബൈൽ ഉപയോഗം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ബോഡി പോസ്റ്റർ മാറുന്നുണ്ട്. ഇതിന് കാരണം ഇവരുടെ മസിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പ്രായത്തിലാണ്. ഈ പ്രായത്തിൽ തന്നെ ഇവർ മസിൽസ് പ്രോപ്പറായി ഉപയോഗിക്കഴിഞ്ഞാൽ ഇവരുടെ മസിൽസ് ആ രീതിയിലായിരിക്കും വളരെ. അതുകൊണ്ട് തന്നെ ഇവർ മൊബൈൽ ഉപയോഗം അതുപോലെ തന്നെ ഓവർ കമ്പ്യൂട്ടറിന്റെ മുന്നിലുള്ള ഇരുത്തം ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ മസിൽസിനെ ചുരുക്കുകയും ഒരു മസിൽസിനെ വീക്ക്നെസ് ആക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ പ്രായം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് വീക്ക്നെസ്സും പെയിനും കാര്യങ്ങളും അനുഭവപ്പെടും. പിന്നെ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സമയമെടുക്കും. ചില ബോഡിയിൽ നിന്നും അത് അങ്ങനെ തന്നെ സ്റ്റിഫായി കിടക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ നിങ്ങൾ കൂടുതൽ ഏത് വർക്കാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഓപ്പോസിറ്റീവ് എക്സസൈസ് ചെയ്യലും മസ്റ്റാണ്. അഥവാ നിങ്ങളുടെ മസിൽസിനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്യലും മസ്റ്റാണ്.